ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് സൈലൻസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ എക്സിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇപ്പോൾ ഫ്രീ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിടുക. പിന്നെ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വന്നിട്ട് കാണാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ, സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട, അതിലോട്ട് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സൈലൻസ് എന്ന് പറയുന്നത്. കാരണം സൈലൻസ് മാത്രമാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മിസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് വേറൊരു ടെക്നിക്കും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ സാധാരണ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരിക്കും മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഈ മൊബൈൽ ഫോണ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി എന്ന് വിചാരിക്കുക. കാരണം നമ്മൾ രാവിലെ എടുത്ത് നോക്കുന്നു, ഉച്ചയ്ക്ക് എടുത്ത് നോക്കുന്നു, ഈവനിങ് എടുത്ത് നോക്കുന്നു, അല്ലെങ്കിൽ ഫ്രീ ടൈമിലൊക്കെ എടുത്ത് നോക്കുന്ന ഒരു സാധനമാണ്. ഈ ഒരു സാധനം മിസ്സാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷനാവും, അല്ലേ? ടെൻഷൻ മാത്രമല്ല, ഇതെവിടെ പോയി, നമ്മൾ ഇന്നേ വരെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കോണ്ടാക്ട്സും പോയി, എവിടെയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നേ ഇല്ല. നമ്മൾ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൊബൈൽ ഫോൺ നമ്മൾ മിസ് ചെയ്യും, അല്ലേ? ഇതുപോലെ തന്നെയാണ് ഈ സൈലൻസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ലൈഫിൽ ഇന്നേ വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഡെയിലി കോണ്ടാക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി, ഡെയിലി കണ്ടിരുന്ന ഒരു വ്യക്തി, ഇനി അതല്ലെങ്കിൽ ആ പ്രസൻസ് എന്നും കൂടെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ആബ്സെൻസ്, ഐ മീൻ സൈലൻസ്, നോ കോണ്ടാക്ട്, ഇത് സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മിസ്സിങ് ഉണ്ടാവും. അല്ലെങ്കിൽ മിസ്സിങ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെപ്പോഴും അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവർ കൂടെയുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് തന്നെയായിരിക്കും അവർക്ക്. അപ്പോൾ എക്സിനെ അട്രാക്റ്റ് ചെയ്യാനോ മിസ് ചെയ്യിപ്പിക്കാനോ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൈലൻസ് എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക്. ഓക്കെ, അത് പറഞ്ഞു വരുന്നത് നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് പറയാൻ ഒരു റീസണും കൂടിയുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് കുറച്ച് സ്പേസ് ആവശ്യമാണ്. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിലായിരിക്കുമല്ലോ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ സ്പേസ് കൊടുക്കാനും മാത്രമല്ല, ആ എക്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബ്രേക്കപ്പ് പറഞ്ഞു പോയ സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ട എന്നുള്ള ഒരു ചിന്തയായിരിക്കും. ആ വേണ്ട എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വീണ്ടും പോയി മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ അതവർക്ക് കൂടുതൽ ഇറിറ്റേഷൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നില്ല. ആ സ്പേസ് എടുക്കാനും അവർക്ക് സ്വയം ഹീൽ ചെയ്യാനും നിങ്ങളെ വേണമെന്ന് വീണ്ടും ആഗ്രഹിക്കാനുമുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ നോ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നതിലൂടെ, സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതിലൂടെ പോസിബിൾ ആണ്. സോ അതുകൊണ്ട് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണെന്ന് മനസ്സിലാക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ എക്സ് ബാക്ക് സീക്രട്ടിൽ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. ഐ ലവ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ. പിന്നെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവുക, വിളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പോവുമല്ലേ, നമ്മൾ മൂവ് ഓൺ ആയി എന്ന് വിചാരിക്കുകയല്ലേ എന്നൊക്കെ ചിന്തിക്കും. നിങ്ങളൊരു ഡീപ്പ് കണക്ഷനിലായിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും പോകത്തില്ല. നേരെ മറിച്ച് ഒരു ടൈം പാസ് റിലേഷൻഷിപ്പൊക്കെ ആയിരുന്നെങ്കിൽ അയ്യോ പോയി കിട്ടി സമാധാനം എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. ഒരു ഡീപ്പ് കണക്ഷൻ ആയിരുന്നോ അതോ ജസ്റ്റ് ഒരു ടൈം പാസ് മാത്രമായിരുന്നോ? ഡീപ്പ് കണക്ഷൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല, എവിടെയും പോകത്തില്ല. പിന്നെ ചെറിയ പിണക്കങ്ങളൊക്കെ ആണെങ്കിൽ, ഒരു ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ജസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് പാച്ചപ്പ് ആവാൻ പറ്റുന്നതാണെങ്കിൽ പാച്ചപ്പ് ആവുക. അല്ലാത്ത ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വലിയൊരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂവിൻ്റെ പേരിലൊക്കെയാണ് ബ്രേക്കപ്പ് ആകുന്നതെങ്കിൽ ഈ സൈലൻസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക്
നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് തന്നെയാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. കാരണം നമ്മളവിടെ ഭയങ്കര ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. ആ ഡൗൺ ആയിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ആളുകൾ വേണം. അപ്പം നമ്മൾ ഒന്ന് ആലോചിക്കുക, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ ആരാണ്, അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. പറ്റുമെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, എനിക്കിപ്പോൾ നിന്നോട് കുറച്ച് നേരം സംസാരിക്കണം, നീ ഫ്രീ ആണോ എന്ന് ചോദിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ നേരിട്ട് കാണാം. അവരുടെ കൂടെ കുറച്ച് സമയം ചില്ലാവാം, ഫണ്ണാവാം, പുറത്തു പോവാം, ഫുഡ് കഴിക്കാം. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നത് വഴി ഒരു റിലാക്സേഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലവർക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലവർക്ക് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ചില ആളുകൾക്ക് കൊളീഗ്സ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് വഴി കുറച്ചൊക്കെ നമുക്ക് റിലാക്സ്ഡ് ആവാനായിട്ട് പറ്റും. അതാണ് ഞാൻ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഡൗൺ ആയി കിടക്കുകയാണല്ലോ. പിന്നെ നിങ്ങൾക്ക് പുറത്തുനിന്നൊരു പ്രൊഫഷണൽ ഹെൽപ്പാണ് ആവശ്യമെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ജോലി അതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നമാണെങ്കിലും തുറന്നു പറയാം. അതിനുള്ള സൊല്യൂഷൻ, അത് തിരിച്ച് പാച്ചപ്പ് ആക്കാനുള്ള എല്ലാ സൊല്യൂഷൻസും ഗൈഡൻസും ഞങ്ങൾ നൽകുന്നതാണ്. നമുക്ക് പല രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്, കോഴ്സസ് ഉണ്ട്. അത് ഒരു മാർക്കറ്റിംഗ് ആയിട്ട് നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവർ ആവുക, നിങ്ങളെ ഓക്കെ ആക്കുക എന്നുള്ളത് തന്നെയായിരിക്കും നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കെയർ ആവശ്യമാണ്. ആ കെയർ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ കൊളീഗ്സിൽ നിന്നോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇനി അയ്യോ എനിക്കിത് അവരോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അവരുടെ കൂടെ മിങ്കിൾ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ല ഞാൻ എന്നുള്ള ആളുകളോടാണ് ജസ്റ്റ് ഞാൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വിളിക്കാനായിട്ട് പറഞ്ഞത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്രൂവിങ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. കാരണം എക്സ് ഇല്ല, അവരുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ആ സമയമൊക്കെ നമുക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ നമ്മളിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. പുതിയ ഹോബീസ്, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു 20 മാർഗ്ഗങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പാസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് മുമ്പാണ് അപ്ലോഡ് ചെയ്തത്. 2 പാട്ട് വീഡിയോ ഉണ്ട് സെൽഫ് ലവ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് പറ്റാവുന്ന ആളുകൾ ആ വീഡിയോസ് കാണുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഒന്നുകൂടി കൂടുതൽ ബെറ്റർ ആവാനായിട്ട് പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ആ കാര്യം നിങ്ങളൊന്ന് നോക്കുക. നെക്സ്റ്റ് വൺ പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതാണ്. സോഷ്യൽ മീഡിയ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കുക. സ്റ്റാറ്റസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ചില്ലാകുന്നതും അതുപോലെ തന്നെ അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഫോട്ടോസ്, സെൽഫി കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അത് അവർ കാണുന്നത് വഴിയൊക്കെ നമുക്ക് എക്സിനെ മിസ് ചെയ്യിപ്പിക്കാനും അവരെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ പോസിബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്കതിൽ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോച്ചിങ് സെക്ഷനുണ്ട്, ലവ് മാസ്റ്ററി എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ എക്സ് ബാക്ക് എന്ന് പറയുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ്. അഥവാ ബ്രേക്കപ്പ് സംഭവിച്ചു, ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം, അതിന് വേണ്ട കാര്യങ്ങളും ഗൈഡൻസുമാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഭയങ്കര പ്രശ്നമായിരിക്കും, ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ കൺട്രോൾഡ് ആവാനും നമുക്ക് വേണ്ട രീതിയിലുള്ള പോസിറ്റീവ് തോട്ട്സ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ടെക്നിക്കുകൾ അതിലുണ്ട്. അപ്പോൾ ആ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ടോട്ടലി ഉള്ള മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം കാരണമായിരിക്കും. ഐ മീൻ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ബ്ലൂ പ്രിൻ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. പാസ്റ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് വഴി നമുക്കുണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക
ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പല തോട്ടുകളും നമ്മുടെ മൈൻഡിൽ പതിയും. അത് ഒരു ബാഡ് ബ്ലൂ പ്രിൻ്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ബ്ലൂ പ്രിൻറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ തോട്ട്സുകൾ കണ്ടീഷൻ ചെയ്യപ്പെടാനുള്ള ടെക്നിക്കുകൾ, അഫർമേഷൻസ്, അത് പല വ്യത്യസ്തമായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്കുണ്ട്. ആ മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യാനും അവർക്ക് കൂടുതൽ മിസ്സിങ് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന ടെക്നിക്കുകളിലൂടെ പോസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം ഞാൻ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് ടെക്നിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ നിങ്ങൾ എക്സ്-ബാക്ക് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള കേസുകൾ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.